ഹായ് ഹലോ എല്ലാവർക്കും സൺഷൈൻ ടീൽസിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഹോളി ഷേക്സ് എന്ന് പറഞ്ഞൊരു കടയിൽക്കാട്ടോ. ഇവിടെ അടിപൊളി ഷേക്സ് കിട്ടും എന്ന് അറിഞ്ഞിട്ട് വന്നതാ. അപ്പൊ ഞാൻ ഇവിടേക്ക് വന്ന് ഇവിടെ ഞാൻ എന്താ എടുക്കേണ്ടതെന്നുള്ളത് ഞാൻ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാലും മെനു ഒന്ന് നേരിട്ട് കണ്ടിട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണുള്ളത് എന്നുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കട. ഞാൻ ഈ കട കാണിച്ചു തരേ. ഇവിടെയാട്ടോ. ഇത് നമ്മുടെ കുറച്ചും കൂടെ വീട്ടിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടെ ദൂരെയാണ്. പാർക്കിംഗ് ഒക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഈ പ്ലാസ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവിധ സാധനങ്ങളും കിട്ടും, ഒന്നും ഇല്ലാത്തതില്ല, അതുപോലത്തെ ഒരു പ്ലാസയാ. നൈസ് പ്ലേസ്. ഷോപ്പേഴ്സ് ഉണ്ട് തൊട്ട് മുമ്പിൽ തന്നെ. ലെറ്റ്സ് ഗോ ദേർ. എങ്ങനെയുണ്ടെന്നുള്ളത് അകത്തുള്ളത് അധികം ആൾക്കാരൊന്നുമില്ല കേട്ടോ. ആകെ 2 പേര് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. വാവ്, ഒരു കുഞ്ഞു പൂൾ ടേബിൾ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവരുടെ മെനു തന്നെ സൂപ്പർ ആട്ടോ. ഞാൻ ഓർഡർ ചെയ്തത് ഈ സംഭവമാണ്, നമ്മുടെ ദുബായ് ചോക്ലേറ്റ് ഐസ്ക്രീം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് പ്ലേറ്റിലുള്ളത് കേട്ടോ. 2 സ്കൂപ്പ് കോൺ ഞാൻ ഓർഡർ ചെയ്തില്ല, അതാണ് ഞാൻ ഓർഡർ ചെയ്തത്. പിന്നെ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട് ഓർഡർ ചെയ്തത് ഈ ബ്ലൂബെറി ചീസ് കേക്ക് ഷേക്കാണ്. വരുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇവർക്ക് ഇത് മാത്രമല്ല കേട്ടോ ഉള്ളത്, കിടിലനല്ലേ ഇവരുടെ മെനു നോക്കി. സൂപ്പർ അല്ലേ, കണ്ടിട്ട് തന്നെ കൊതിയാവും. ഇവരുടെ ഫുഡും ഉണ്ട് കേട്ടോ. ബർഗേഴ്സ് ഉണ്ട്, കാക്കി റോൾസ് ഉണ്ട്, പിന്നെ പുട്ടീനൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇതൊന്നും ഓർഡർ ചെയ്തില്ല കേട്ടോ. ഐസ്ക്രീം തന്നെ ഓർഡർ ചെയ്തുള്ളൂ. അത് കഴിക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വന്നേ, അതുകൊണ്ട് അത് മാത്രം ഓർഡർ ചെയ്തേ. നല്ല ഏരിയ കേട്ടോ. ആകെ 2 പേര് മാത്രമേ ഉള്ളൂ. Nice. Holy shakes, stressed, blessed and milkshakes obsessed. കഴിച്ചു നോക്കട്ടെ, ഒബ്സസ്ഡ് ആവുമല്ലോ എന്നുള്ളത് നമുക്ക് അപ്പം അറിയാം കേട്ടോ. Wow, that looks so yum. Thank you. രണ്ടെണ്ണം കേട്ടോ ഓർഡർ ചെയ്തത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇത് ബ്ലൂബെറി ചീസ് കേക്ക്. ചീസ് കേക്ക് ഇതിൻ്റെ മുകളിലൊരു കുഞ്ഞ് കഷ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ചോട്ടെ. അടിപൊളിയോ, ഞങ്ങൾ തണുപ്പ്. बट तुम आ नहीं रहे हो वैसे। मैंने आना नहीं है, 10,000 क्या तुम लोग 10,000 ഫോളോവേഴ്സ് के बाद ही आना है വീഡിയോ में. അതായത് 10,000 സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വന്നാൽ മാത്രമേ വീഡിയോയിൽ വരുള്ളൂ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത്. ദുബായ് ചോക്ലേറ്റ്, സോറി മറന്നുപോയി. കാണാൻ കിടിലനാട്ടോ. കഴിച്ചോ എങ്ങനെയുണ്ടെന്നുള്ളത്. solid milk chocolate. No chocolate. जरूरी है, ये जरूरी है. That's a normal humans doing thing. मजाक कर रहे हैं. उनकी चॉकलेट भी इഷ്ടപ്പെട്ടു. I don't want to share, but just sharing because you're a vlog. Just for your vlog. दोबारा पीना एक बार. मैं प्रूफ रखा है, जब तुम्हारा भार बढ़ गया तो क्यों बढ़ा है.
ഇനി നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബ്ലൂബെറി ഷേക്ക് ചീസ് കേക്ക് ഞാൻ ട്രൈ ചെയ്തു. അതിനധികം മധുരമില്ല. ഐ പ്രിഫർ ദാറ്റ് വൺ. ഇതൊന്ന് കഴിച്ചോട്ടെ കേട്ടോ. ഭയങ്കര തണുപ്പ്. പിസ്താഷ്യൂസ് ഇഷ്ടം പോലെ ഇടുന്നുണ്ട്, പറയാണ്ടിരിക്കാൻ വയ്യ. രണ്ട് സ്കൂപ്പില് എനിക്കെന്തായാലും ഒരു സ്കൂപ്പ് തന്നെ കഴിക്കാൻ പറ്റുള്ളൂ തോന്നണം. ലിപ്സ്റ്റിക്ക് ഞാൻ പോവില്ലാന്ന് വിചാരിച്ചതാട്ടോ, ബട്ട് എല്ലാം പോയി. ഇത് ലിപ്സ്റ്റിക് അല്ല, സംതിങ് എൽസ്. ലിപ്സ്റ്റിക് ആണ് തിന്നേന്ന് തോന്നുന്നു ഞാൻ. ഇത് കഴിച്ചിട്ടും ഇത്ര തീർന്നിട്ടുള്ളൂ കേട്ടോ. പക്ഷെ ഇത് മുഴുവൻ തീർക്കാണ്ട് ഞാൻ ഇവിടുന്ന് പോവില്ല. കഴിച്ചിട്ടേ പോവുള്ളൂ. അത്രയും കൊതിച്ച് വന്ന സംഭവം ആയതുകൊണ്ട് നമുക്ക് കഴിച്ച് തീർത്തിട്ട് പോവാം. അപ്പൊ നമുക്ക് എണീക്കാം. പരിപാടി കഴിഞ്ഞു. ടേബിളേ കുറച്ച് വൃത്തിയായിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോഴും നമ്മൾ കഴിച്ചിട്ട് എണീക്കുമ്പോൾ ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യു ക്ലീൻ ദ ടേബിൾസ് ആസ് വെൽ. നന്നായിട്ടൊന്നും ക്ലീൻ ആവില്ല, പക്ഷെ എന്നാലും ക്ലീൻ ചെയ്താൽ അത്രയും നല്ലത്. ജസ്റ്റ് നമുക്ക് ഇറ്റ്സ് ജസ്റ്റ് മാനേഴ്സ്. ഗാർബേജ് ഇത് ചില്ലുകുപ്പി ആയതുകൊണ്ട് ഇത് ഇവിടെ റീസൈക്കിളിന് ഇവിടെ വേറൊരു ബോക്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. സോ യു ജസ്റ്റ് കീപ് ഇറ്റ് ദേർ. ആൻഡ് ഇത് ഇവിടെ വെക്കുക. ഈ പ്ലേറ്റ് ഇവിടെ ട്രെയിൽ വെക്കാമെന്ന് വിചാരിക്കുന്നു, എനിക്കറിയില്ല. സോ ഐ ജസ്റ്റ് കെപ്റ്റ് ഇറ്റ് ദേർ. പിന്നെ നമുക്ക് പോവാം. വേറെ പരിപാടികളൊന്നുമില്ല. നല്ല ഞാൻ ഇവിടെ ജോ ഫ്രഷിൽ വന്നു കേട്ടോ. ജോ ഫ്രഷിൽ വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റിയൽ കനേഡിയൻ സൂപ്പർ സ്റ്റോറിൽ നിന്ന്. അപ്പോൾ 2 ഉടുപ്പ് കണ്ടു. ഇതൊരെണ്ണം ബ്ലാക്ക്, പിന്നെ ഈ ഒരു ഗ്രീൻ. അപ്പോൾ ഇതൊന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. ക്ലിയറൻസിലാണ് എനിക്ക് എൻ്റെ സൈസ് കിട്ടിയത്. ഞാനോർത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ട്രൈ ഇങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഇതാണ് കേട്ടോ ഫസ്റ്റ് വൺ, ഗ്രീൻ വൺ. സംഭവമായിരുന്നു കേട്ടോ. ഞാനിത് എന്തായാലും എടുക്കാണേ. എനിക്ക് ബ്ലാക്ക് കൂടെ ഇട്ട് നോക്കട്ടെ. നെക്സ്റ്റ് ബ്ലാക്ക്. ഇത് ലൂസ് ഫിറ്റ് ആട്ടോ, അതായത് എക്സ്ട്രാ സ്മോളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത് എടുക്കുകയാണ്. എൻ്റെ മുടി നരച്ചത് മുഴുവൻ നല്ലോണം കാണുന്നുണ്ടല്ലോ. എൻ്റെ ലിപ്സ്റ്റിക്കും പോയി. എനിക്ക് ഭയങ്കര വിഷമമായി ലിപ്സ്റ്റിക്ക് പോയാലും. ഞാനിവിടെ ബുക്കിൻ്റെ സെഷനിൽ വന്നു കേട്ടോ, എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നല്ലത്. പക്ഷെ ഇതുവരെ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി എനിക്ക് വേറൊരു സംഭവം കൂടെ വാങ്ങാനുണ്ട്. നമ്മുടെ എന്താ പറയുക, ബ്രഷ് സെറ്റ് ഇല്ലേ, കണ്ണിനെ നമ്മൾ കണ്ണിൽ താജ്മഹൽ പണിയുന്ന സംഭവം, അത് ആ ബ്രഷ് സെറ്റ്. അതും കൂടെ ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ. നിങ്ങൾ ബില്ലിങ്ങിൽ വന്ന് നിൽക്കുക കേട്ടോ. അവിടെ സെൽഫ് ചെക്കൗട്ട് ഉണ്ട്, പക്ഷെ സെൽഫ് ചെക്കൗട്ടിൽ ഇതിലും കൂടുതൽ ലൈനപ്പാണ്. സോ യു പ്രിഫർ ടു ഡു ഇറ്റ് ഹിയർ. അപ്പം നമ്മുടെ ക്യാഷ് ഔട്ട് ചെയ്തു. ആകെ വാങ്ങിയത് 2 ഉടുപ്പ്, 2 പിന്നെന്താ വാങ്ങിച്ചാൽ 2 ക്യാൻഡിൽ മേടിച്ചു, അത്രേ ഉള്ളൂ. വേറെ ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ വി ആർ ഗോയിങ് ബാക്ക് ഹോം. ഇന്ന് വൈകുന്നേരം പോവും, രാത്രി പോകും. നമുക്കിപ്പോൾ നമ്മൾ തിരിച്ച് എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് he'll go back to his place. തരക്കേടില്ലാത്ത വെയിലുണ്ട് കേട്ടോ, പക്ഷെ ചൂടൊട്ടുമില്ല. നല്ല നല്ല എന്താ പറയുക, ഇതാ നല്ല വെതറാ. നല്ല സുഖമുണ്ട് പുറത്ത് നിൽക്കാൻ. സോറി. ഓക്കെ, now let's go. തിരിച്ചു പോവാട്ടോ ഞങ്ങൾ. ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. അവിടുന്ന് എടുത്ത ബ്ലാക്ക് ഡ്രസ്സില്ലേ, അത് ഞാൻ എടുത്തില്ല. നല്ലതായിരുന്നു, ലൂസ് ഫിറ്റ് ആയിരുന്നു. പക്ഷെ അതുണ്ടല്ലോ,
ഞാൻ പുറത്തിറങ്ങിയിട്ട് ആ വെളിച്ചത്തിൽ നോക്കിയപ്പോ അതിൽ ഭയങ്കരമായിട്ട് നൂലൊക്കെ പൊങ്ങിയിരിക്കുന്നു. കോട്ടൺ ആണ് യൂഷ്വലി, അത് അങ്ങനെ തന്നെ ഉണ്ടാവാറുള്ളത്. പക്ഷെ ഇത് ഭയങ്കര പഴയതായിട്ട് ഇരിക്കണ പോലെ എനിക്ക് തോന്നി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ. അപ്പൊ ഞാനത് വേണ്ടാന്ന് വെച്ചു. ആ ഗ്രീൻ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ഇപ്പൊ ഞങ്ങളിത് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റില് വീടെത്തും, അത്രയും ദൂരേ ഉള്ളൂ. ഞാൻ വീട്ടിലെത്തി. എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അവൻ പോയി. ഇന്നും നല്ലോണം ടയേർഡായിട്ടുണ്ട് ഞാൻ. പിന്നെന്താ പറയാനുള്ളത്, ഇപ്പം ഞാൻ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.